ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ നെടുന്തൂണായിട്ട് നമുക്ക് എന്ത് പറയാം, ഓപ്പറേറ്റേഴ്സ് പറയാം. നമ്മൾ ഉപയോഗിക്കുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആവട്ടെ, അതേപോലെ തന്നെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആവട്ടെ, ഇതിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റേഴ്സ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമുക്കത് ഫോളോ ചെയ്യൽ നിർബന്ധമാണ്. ഒട്ടനവധി എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഓപ്പറേറ്റേഴ്സ് ഏതാണ്ട് ഒരേ രൂപത്തിലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജിന്റെ ഓപ്പറേറ്റേഴ്സ് പഠിച്ചു വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എളുപ്പമാവും. എക്സാമ്പിൾ ഇപ്പോൾ ജാവ സ്ക്രിപ്റ്റിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് തന്നെയാണ് നമ്മൾ PHP, അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒട്ടനവധി എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും ഇതേ രൂപത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കുവാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ആദ്യം നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ വേരിയബിൾ എന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ var എന്നൊരു ഒരു ഫംഗ്ഷൻ നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം സം എന്നുള്ളൊരു വേരിയബിൾ ചേർത്ത് കൊടുത്തു. ഇതിൽ ഈക്വൽ ടു അതേപോലെ തന്നെ പ്ലസ് എന്നുള്ളതാണ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇതിൽ പ്ലസ് എന്നുള്ളതിന് അരിതമാറ്റിക് ഓപ്പറേറ്റേഴ്സും അതേപോലെ ഈക്വൽ ടു എന്ന് പറയുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സുമാണ്. ബാക്കി ഇതിൽ വരുന്ന വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളിതിൽ ഓപ്പറേറ്റേഴ്സിനായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. ജാവാസ്ക്രിപ്റ്റിൽ പ്രധാനമായിട്ടും ഓപ്പറേറ്റേഴ്സ് വരുന്നത് അരിതമാറ്റിക് ഓപ്പറേറ്റേഴ്സ്, അതേപോലെ കമ്പാരിസൺ അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ബൈറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ്. ഇതിൽ സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ഒഴികെ എല്ലാ ഓപ്പറേറ്റേഴ്സും ഒട്ടുമിക്ക എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഒരേ രൂപത്തിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് അരിതമാറ്റിക് ഓപ്പറേറ്റേഴ്സ് നമുക്ക് നോക്കാം. നമ്മൾ മാത്സിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന അതേ രൂപത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് തന്നെയാണ് അരിതമാറ്റിക് ഓപ്പറേറ്റേഴ്സ് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് പ്ലസ് നോക്കാം. അതിന്റെ ഡിസ്ക്രിപ്ഷന് അഡീഷൻ എല്ലാവർക്കും അറിയാം പ്ലസ്. അപ്പോൾ നമ്മളിവിടെ വന്ന് 10 + 20 = നമുക്ക് 30 വന്നിട്ടുണ്ട്. അതേപോലെ അടുത്ത ഓപ്പറേറ്റേഴ്സ് വരുന്നതാണ് സബ്സ്ട്രാക്ഷൻ. അതിനൊരു എക്സാമ്പിൾ 20 - 10. അപ്പോൾ 20 10 കുറച്ചാൽ നമുക്കിവിടെ ആൻസർ 10 കിട്ടും. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ സാധാരണ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ സ്റ്റാർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് 10 × 20. അപ്പോൾ അതിനുള്ള ആൻസർ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂവിന്റെ അരണഫലം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഡിവിഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 20നെ നമ്മൾ 10 കൊണ്ട് ഹരിച്ചാൽ, അതായത് 20ൽ എത്ര 10 ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. 2 എന്നുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്. അടുത്തത് മൊഡുലസ് അല്ലെങ്കിൽ റിമൈൻഡർ എന്ന് പറയുന്നു. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 20 ഹരിക്കണം 10 എന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ അതിന്റെ സിസ്റ്റം എത്രയാണോ നമുക്ക് ഇതിന്റെ റിമൈൻഡർ അല്ലെങ്കിൽ സിസ്റ്റം എത്രയാണോ കിട്ടുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ 20നെ 10 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം നമുക്ക് ഇവിടെ വന്ന് 0 ആണ് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇൻക്രിമെന്റ് 2 പ്ലസ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഇൻക്രിമെന്റ് ആണ് വരുന്നത്. അപ്പോൾ അതിനുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് വേരിയബിൾ a = 10. വേരിയബിൾ എന്റെ വാല്യൂ 10 എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. a++ എന്നിട്ട് കൊടുത്താൽ ഈ 10 എന്നുള്ള വാല്യൂ കൂടി ഒരു വാല്യൂ കൂടിയും കൂടിയിട്ട് നമുക്ക് എന്തായിട്ടുണ്ടാവും, അത് 11 മാറിയിട്ടുണ്ടാവും. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞത് ഇൻക്രിമെന്റ് ആണ്. ഇതേപോലെ തന്നെയാണ് ഡിക്രിമെന്റ് വരുന്നത്. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെയാണ് വരുന്നത്. വേരിയബിൾ a = 10. വേരിയബിൾ എന്റെ വാല്യൂ 10 ആണ്. a മൈനസ് ഇട്ട് കൊടുത്താൽ അതിൽ നിന്നും ഒരു വാല്യൂ കുറച്ചിട്ടായിരിക്കും നമുക്ക് വരിക. അപ്പോൾ എന്റെ വാല്യൂ ഇപ്പോൾ 9 ആയി മാറിയിട്ടുണ്ടാവും. ഓക്കെ, രണ്ടാമത്തെ ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ 2 വാല്യൂസ് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിൽ തന്നെ 2 = എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ 10 = 20. അപ്പോൾ 10 എന്നുള്ളത് 20ക്ക് തുല്യമാണോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഫാൾസ് ആണ് കിട്ടുന്നത്. അതേപോലെ തന്നെ 3 = ഇതിനെ ഐഡന്റിക്കൽ എന്നാണ് പറയുന്നത്. ഈക്വൽ ടു ആൻഡ് ഓഫ് സെയിം ടൈപ്പ്, ഈക്വൽ ടു അല്ലെങ്കിൽ സെയിം ഡാറ്റ ടൈപ്പോ ആണോ എന്ന് നോക്കണം. എന്നിട്ട് 2 മെത്തേഡാണ് നോക്കുന്നത്. ഒന്ന് നമ്മളത് ഈക്വൽ ടു ആണോ നോക്കും, അതേപോലെ സെയിം ഡാറ്റ ടൈപ്പ് ആണോ നോക്കും. അപ്പോൾ 10 = 20 എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫാൾസ് ആണ്. കാരണം 20 എന്നുള്ളത് 10 എന്നുള്ളത് 20ക്ക് തുല്യമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ നോട്ട് ഈക്വൽ ടു ആണ്. നോട്ട് ഈക്വൽ ടു 10 നോട്ട് ഈക്വൽ ടു 20. അപ്പോൾ ഇത് ട്രൂ ആയിരിക്കും. കാരണം 10 എന്നുള്ളത് നോട്ട് ഈക്വൽ ടു 20ക്ക് ഈക്വൽ ടു അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ട്രൂ ആണ് കാണിച്ചു തരുന്നത്. നോട്ട് ഐഡന്റിക്കൽ ആണ്. 20 നോട്ട് ഐഡന്റിക്കൽ
20 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്ന് ഇത് ഒരിക്കലും ഈക്വൽ നോട്ട് ആയതുകൊണ്ട് ഇവിടെ വന്ന് ഫാൾസ് ആണ് തന്നിട്ടുള്ളത്. കാരണം 20 എന്നുള്ളത് 20ക്ക് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് ഫാൾസ് ആണ് നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് ഒരു നമ്പറിന്റെ മുകളിലുള്ളതാണോ നോക്കാനാണ്. ഓക്കെ, അപ്പോൾ 20 ഗ്രേറ്റർ ദാൻ 10. അപ്പോൾ 20 എന്നുള്ളത് 10ന്റെ മുകളിലാണോ നോക്കണേ. അപ്പോൾ ട്രൂ ആണ് കാണിച്ചിരുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതേ വാല്യൂവോ അല്ലെങ്കിൽ അതിന് മുകളിലോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ 20 ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ നമുക്ക് ട്രൂ ആണ് വരുന്നത്. അതേപോലെ ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ 20 ലെസ് ദാൻ 10 എന്നാണ് കൊടുത്തത്. അപ്പോൾ ഇത് ഫാൾസ് ആണ്. കാരണം 20 എന്നുള്ളത് 10ന്റെ താഴെയാണോ വരുന്നത് എന്നാണ് ചോദിക്കണത്. അപ്പോൾ അല്ല, അതുകൊണ്ട് ഫാൾസ് ആണ്. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെ 20 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോൾ ഇവിടെയും ഫാൾസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് വരുന്നത്. അടുത്തത് വരുന്നതാണ് ബൈറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ഇത് നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ ഇതൊന്നുകൂടി മനസ്സിലാവും. എന്നാലിപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആദ്യം തന്നെ ബൈറ്റ് വൈസ് ആൻഡ് എന്നുള്ളതാണ്. ആൻഡ് എന്നുള്ളതിന് ബൈറ്റ് വൈസ് ആൻഡ്. അപ്പോൾ 10 ഈക്വൽ ടു 20, അതേപോലെ തന്നെ 20 ഈക്വൽ ടു 33. അപ്പോൾ ഇത് ഫാൾസ് ആണ് നമുക്കിവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ ഇത് ശരിയാവണം എന്നുണ്ടെങ്കിൽ രണ്ട് വാല്യൂവും ഒരേ രൂപത്തിൽ ശരിയാണെങ്കിൽ മാത്രമേ നമുക്കത് ട്രൂ ആയി മാറൂ. അതായത് 10 ഈക്വൽ ടു 20 എന്നുള്ളതും 20 ഈക്വൽ ടു 33 എന്നുള്ളതും ശരിയാണെങ്കിൽ മാത്രമേ, രണ്ടും ശരിയാണെങ്കിൽ മാത്രമേ ഇവിടെ വന്ന് നമുക്ക് ട്രൂ എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരൂ. അടുത്തത് ബൈറ്റ് വൈസ് ഓർ. ഓക്കെ, അപ്പോൾ ഇവിടെ 10 ഈക്വൽ ടു 20 ഓർ അല്ലെങ്കിൽ 20 ഈക്വൽ ടു 33. ഇത് ഏതെങ്കിലും ഒന്ന് ശരിയാണെങ്കിൽ, അതായത് ആദ്യത്തതോ അല്ലെങ്കിൽ മറ്റേതോ ഏതെങ്കിലും ഒന്ന് ശരിയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ട്രൂ എന്ന് കാണിച്ചു തരും. അപ്പോൾ രണ്ട് കണ്ടീഷനൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഓർ എന്ന് ഉപയോഗിക്കുന്നത്. അടുത്തത് എക്സ് ഓർ, ബൈറ്റ് വൈസ് എക്സ് ഓർ. അപ്പോൾ 20 ഈക്വൽ ടു 20, 10 ഈക്വൽ ടു 20, 20 ഈക്വൽ ടു 33. അതിവിടെ ഫാൾസ് ആണ് തന്നിട്ടുള്ളത്. അതേപോലെ ബൈറ്റ് വൈസ് നോട്ട് എന്നുള്ളത് അതിന് തുല്യമാണോ നോക്കുന്നതാണ്. അതായത് ബൈറ്റ് വൈസ് 10 ഈക്വൽ ടു -10 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ബൈറ്റ് വൈസ് ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്. ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ 40 വരാൻ കാരണം 10 പ്ലസ് 10, അപ്പോൾ 20 ആയി. അതിൻ്റെ ഇരട്ടിയായിട്ടാണ് നമുക്കിവിടെ 40 വരുന്നത്. ഇപ്പോൾ ഇവിടെ ഇനി നമ്മൾ 3 കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ ആൻസർ 80 ആയിരിക്കും വരിക. അപ്പോൾ 10ലൂടെ 10 കൂടിയും കൂട്ടി 20 ആവും. 20ലൂടെ 20 കൂടി 40 ആവും. ഇപ്പോൾ ഇവിടെ 3 കൊടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ 80 ആയിരിക്കും വരിക. അതായത് ഇരട്ടിച്ചായിട്ടിരിക്കും അതിൻ്റെ വാല്യൂ നമുക്ക് പോകും. അതേപോലെ ബൈറ്റ് വൈസ് റൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ ഇതേ രൂപത്തിൽ നമുക്ക് ഇങ്ങോട്ട് വാല്യൂ കുറച്ച് വരിക. അപ്പോൾ ആദ്യം തന്നെ 10ന്റെ പകുതി എടുക്കും 5, എന്നിട്ട് അതിൻ്റെ പകുതി 2. ആ രൂപത്തിലാണ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇത് പിന്നെ ബൈനറി ബൈറ്റ് വൈസ് റൈറ്റ് ഷിഫ്റ്റ് വിത്ത് 0, അതായത് റൈറ്റ് ഭാഗത്ത് നമുക്ക് 0 കൂടി ആയിട്ടായിരിക്കും ഇതിൽ വരിക. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്താണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഒട്ടനവധി ഭാഗങ്ങളിൽ നമുക്ക് പ്രോഗ്രാമിൽ വരുന്നതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വരുന്നത്. 10 ഈക്വൽ ടു 20 ആൻഡ് 20 ഈക്വൽ ടു 30. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇവിടെ ട്രൂ വരും. ഇത് രണ്ടും കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇവിടെ ഫാൾസ് ആണ് വരുന്നത്. അതേപോലെ ലോജിക്കൽ ഓർ നേരത്തെ പറഞ്ഞത് 10 ഈക്വൽ ടു 20, അതേപോലെ 20 ഈക്വൽ ടു 33. ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയാണെങ്കിൽ ഇവിടെ ട്രൂ വരും. ഇത് രണ്ടും ഫാൾസ് ആയതുകൊണ്ട് ഇവിടെ ഫാൾസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ലോജിക്കൽ നോട്ട് എന്ന് പറയുമ്പോൾ 10 ഈക്വൽ ടു 20. അപ്പോൾ ഇത് ട്രൂ ആണ് വരുന്നത്. കാരണം 10 എന്നുള്ളത് 20ക്ക് തുല്യമല്ല, അതുകൊണ്ട് ഇവിടെ ട്രൂ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വരുന്നത്. ഇനി വരുന്നതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. ആദ്യം തന്നെ ഈക്വൽ ടു. ഇപ്പോൾ ഇവിടെ 10 + 10 20 ആൻസർ വന്നിട്ടുണ്ട്. അവിടെ ഈക്വൽ ടു ആണ് നമുക്കിവിടെ എന്തായിട്ട് വരുന്നത്, അസൈൻമെന്റ് ഓപ്പറേറ്റർ ആയി വരുന്നത്. ആഡ് ആൻഡ് അസൈൻ. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ള വേരിയബിൾ എ ഈക്വൽ ടു 10. വേരിയബിൾ എന്റെ വാല്യൂ 10 ആണ്. എ ആൻഡ് അസൈൻ 20. ഈ 10ലൂടെ എന്ത് കൂടി കൂട്ടുകയാണ്, 20 കൂടി കൂട്ടുകയാണ്. അപ്പോൾ എൻ്റെ വാല്യൂ എന്തായിട്ടുണ്ടാവും, 30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ആഡ് ആൻഡ് അസൈൻ ഉപയോഗിക്കുന്നത്. ഇതേ രൂപത്തിൽ നമുക്ക് സബ്സ്ട്രാക്ഷൻ ആൻഡ് അസൈന് ചേർത്ത് കൊടുക്കാം. എൻ്റെ വാല്യൂ 20 ആണ്. ഇതിലേക്ക് സബ്സ്ട്രാക്ഷൻ ആൻഡ് അസൈൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഇതിന്ന് 10 കൂടി കുറച്ചിട്ട് നമുക്ക് എൻ്റെ വാല്യൂ
10 നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ആൻഡ് അസൈൻ ആണ്. ഓക്കെ, വേരിയബിൾ എൻ്റെ വാല്യൂ 10 എ മൾട്ടിപ്പിൾ ആൻഡ് അസൈൻ 20 എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ 200 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഡിവൈഡ് ആൻഡ് അസൈൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വാല്യൂ 10 എ ഡിവൈഡ് ആൻഡ് അസൈൻ എന്ന് തന്നിട്ടുണ്ട്, 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഇവിടെ വന്ന് 5 ആണ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അതേപോലെ മൊഡുലസ് ആൻഡ് അസൈൻ, അപ്പോൾ എൻ്റെ വാല്യൂ 10 കൊടുത്തിട്ടുള്ളത്. മൊഡുലസ് ആൻഡ് അസൈൻ 2 എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ നൗ എ ഈക്വൽ ടു 0 ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അടുത്തത് ജാവാസ്ക്രിപ്റ്റ് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ഇത് ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ മാത്രമേ വരുന്നുള്ളൂ. മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ചിലതിൽ ഇത് ഉപയോഗിക്കാൻ സാധ്യത കുറവാണ്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ പറഞ്ഞത് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഏതാണ്ട് ഒരേ രൂപത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത്, അതായത് ജാവാസ്ക്രിപ്റ്റ് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് നമുക്ക് പ്രത്യേകിച്ച് ജാവാസ്ക്രിപ്റ്റിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് കോളൻ. ഇത് കണ്ടീഷൻ ഓപ്പറേറ്റ് റിട്ടേൺ വാല്യൂ ബേസ്ഡ് ഓൺ കണ്ടീഷൻ ഈസ് ലൈക്ക് ഈഫ് ആൻഡ് എൽസ്. അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിൽ ഈഫ് ആൻഡ് എൽസ് എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. അത് എങ്ങനെയാണോ അതിന്റെ ആൻസർ കിട്ടുന്നത് അതേ രൂപത്തിൽ തന്നെ ആയിരിക്കും ഇത്തരത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കോമ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് നമുക്ക് മൾട്ടിപ്പിൾ എക്സ്പ്രഷൻ, അതായത് ഒന്നിലധികം കണ്ടീഷൻസ് നമുക്ക് ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് കോമ ഓപ്പറേറ്റർ. ഇനി ഡെലീറ്റ് എന്നുള്ളൊരു ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി, അതായത് ഏതെങ്കിലും പ്രത്യേകം ഓപ്പറേറ്റർ പ്രോപ്പർട്ടി നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഡെലീറ്റ് എന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഇൻ എന്ന ഓപ്പറേറ്റർ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ ഇൻ ഓപ്പറേറ്റേഴ്സ് ചെക്ക് ഇഫ് ഒബ്ജക്റ്റ് ആസ് എ ഗിവൺ പ്രോപ്പർട്ടി, നമ്മൾ കൊടുത്ത പ്രോപ്പർട്ടീസിൽ ആ ഒബ്ജക്റ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ ഉപയോഗിക്കുന്നത്. ഇൻസ്റ്റന്റ് ഓഫ് ചെക്ക് ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റന്റ് ഓഫ് ഗിവൺ ടൈപ്പ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡാറ്റ ടൈപ്പ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇൻസ്റ്റൻസ് ഓഫ് ഉപയോഗിക്കുന്നത്. അതേപോലെ ന്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ന്യൂ എന്ന ഓപ്പറേറ്റർ. ടൈപ്പ് ഓഫ് ചെക്ക് ദ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ്, അഥവാ ഓരോ ഒബ്ജക്റ്റിന്റെ ടൈപ്പ് ഏത് ഡാറ്റ ടൈപ്പ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് ഓഫ് എന്ന ഒബ്ജക്റ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. വോയിഡ് ഡിസ്ക്രൈബ് ദ എക്സ്പ്രഷൻ റിട്ടേൺ വാല്യൂ. അപ്പോൾ വോയിഡ് എന്ന് പറഞ്ഞാൽ നൾ റിട്ടേൺ ടൈപ്പാണ്. പ്രത്യേകിച്ച് വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യാത്ത വേരിയബിൾസിനൊക്കെ ഫംഗ്ഷനൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് വോയിഡ് ഓപ്പറേറ്റർ. അതേപോലെ തന്നെ ഈൽഡ് ചെക്ക് വാട്ട് ഈഫ് റിട്ടേൺ ഇൻ ജനറേറ്റർ ബൈ ജനറേറ്റർ ഇൻ ഇൻഡിറേറ്റർ. ഓക്കെ, ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും ജാവാസ്ക്രിപ്റ്റിൽ വരുന്ന ഓപ്പറേറ്റേഴ്സ്. അരിതമാറ്റിക് ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, അതേപോലെ തന്നെ ബൈറ്റ്വൈസ് ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, അസൈൻമെന്റ് ഓപ്പറേറ്റർ, സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇത്തരം രൂപത്തിൽ നമുക്ക് ഒരിക്കലും പഠിച്ചാലും നമുക്ക് പൂർണ്ണമാവില്ല. ഇനി വരുന്ന എക്സാമ്പിൾസ് ഒക്കെ ഇതിനുള്ളിൽ വരുന്ന ഓരോ ഓപ്പറേറ്റേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.